ഹലോ മുത്തുമണികളെ, കഥയിൽ ചോദ്യമില്ല. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഭയങ്കരമായ ഒരു കഥയാണ്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. എനിക്ക് ഈ മാസം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ല, മനസ്സിലായല്ലോ. പിന്നെ എൻ്റെ ഒരു ഹോസ്പിറ്റൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഒരു നെക്ലസ് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പണയം വെച്ചിട്ട് ഞാൻ ഈ നെക്ലസ് വേറൊരാൾ നെക്ലസ് വെച്ചതിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ കുറച്ചുകൂടി എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾ ആക്ച്വലി നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ 20,000 രൂപയ്ക്കാണ് ആ മാല അല്ലെങ്കിൽ ആ നെക്ലസ് പണയം വെച്ചത് എന്നിരിക്കുക. 25,000 രൂപയാക്കി മാറ്റി. ഇത് ഞാൻ അറിയുന്നു. ഞാൻ പോയി ആ മാല എനിക്ക് എടുക്കണം. അപ്പോൾ ആ മാല എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കാതിൽ കിടന്ന കമ്മൽ കൊണ്ടുപോയി വിറ്റ് അല്ല പണയം വെച്ച് ഞാൻ ആ മാല എടുക്കുന്നു. അപ്പോൾ ആ നെക്ലസ് എത്ര പവനായിരിക്കും? നെക്ലസ് ഒരു 2, 3, 4 പവൻ്റെ നെക്ലസ്, ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അത് 20,000 രൂപയ്ക്കാണ് വെച്ചെന്ന് വെച്ചോ, 25,000 രൂപയായി. ഇപ്പം എൻ്റെ 3 ഗ്രാം തൂക്കമുള്ള എൻ്റെ കമ്മൽ കൊണ്ടുവന്ന് പണയം വെച്ചാൽ എനിക്ക് എത്ര രൂപ കിട്ടും? 25,000 രൂപ കിട്ടും. എങ്കിൽ ആദ്യമേ നമുക്ക് ചെറിയ എമൗണ്ടിന് കമ്മൽ എന്നെ കൊണ്ടുവന്ന് പണയം വെച്ചാൽ പോരായിരുന്നോ? കഥയിൽ ചോദ്യമില്ല പിള്ളേരെ, കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാലും അപ്പം അങ്ങനെ നമ്മൾ ആ മാല നമ്മൾ പുറത്തെടുത്താലും നമ്മൾ ഇടൂല കേട്ടാ. നമ്മൾ ഭയങ്കര ഒന്നും ഇല്ലാത്തവരാണെന്നുള്ളത് അറിയണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ ഇടാറില്ല. അപ്പം എൻ്റെ ആകെ ഉണ്ടായിരുന്ന എൻ്റെ കാതിലുണ്ടായിരുന്ന കമ്മലും ഇപ്പോൾ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, കഥയിൽ ചോദ്യമില്ല. കമ്മൽ മാല എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് ഞാനിങ്ങനെ അങ്ങ് പരിചയം തീർക്കും. മക്കളെ, എനിക്കാരുമില്ല മക്കളെ, എനിക്കൊന്നുമില്ല മക്കളെ. ഒന്നും കൊണ്ടൊന്ന് പണയം വെക്കാനും ഇല്ല, വിൽക്കാനും ഇല്ല മക്കളെ. ആകെ ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ വയറ്റിലൊരു ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അവനൊരു കുഞ്ഞിനെ കൊടുത്തില്ലേ, ഞാൻ കാറ് വാങ്ങിച്ച് കൊടുത്തില്ലേ, ഞാൻ ബൈക്ക് വാങ്ങിച്ച് കൊടുത്തില്ലേ. കാറും ബൈക്കും ഒക്കെ വാങ്ങിച്ചത് അപ്പം എന്ത് കൊണ്ടുവന്ന് പണയം വെച്ചിട്ടായിരിക്കും? കൊലുസ് ആണോ?